നമ്മളൊരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് മെയിനായിട്ട് 2 ടൈപ്പ് കളർ ഗ്രേഡിംഗാണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് പ്രൈമറി കളർ ഗ്രേഡിങ്ങും, രണ്ടെന്ന് പറയുന്നത് സെക്കൻഡറി കളർ ഗ്രേഡിങ്ങും. ഈ പ്രൈമറി കളർ ഗ്രേഡിംഗ് വരുന്ന പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ ബേസിക്കായിട്ട് ഒരു വീഡിയോയിൽ ഇപ്പം ടിൻറ്റ്, ടെമ്പറേച്ചർ അങ്ങനെ കാര്യങ്ങളൊക്കെ കൂടി കിടക്കുകയാണെങ്കിൽ ആദ്യം അത് കളർ ചെയ്യും, അതായത് കളർ കറക്ഷൻ ചെയ്യും. പിന്നെ രണ്ടാമത് നമ്മൾ അതിനൊരു ക്രിയേറ്റീവ് ലുക്കും കാര്യങ്ങളൊക്കെ കൊടുക്കും. പിന്നെ നമ്മൾ സെക്കൻഡറി കളർ ഗ്രേഡിങ്ങിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ വീഡിയോയിൽ സ്പെസിഫിക് പാർട്സ്, ഇപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ഫേസ് മാത്രം സെലക്ട് ചെയ്തിട്ട് അത്രയും ഭാഗത്ത് കളർ കൂട്ടണം, ലൈറ്റ് കുറയ്ക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ വെയിലായിട്ട് കാണുന്ന ഭാഗത്ത് ഇത്രയും ഭാഗം സെലക്ട് ചെയ്തിട്ട് അവിടുത്തെ ലൈറ്റ് കുറയ്ക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഇമേജിൽ നോക്കുമ്പോൾ ഈ ഒരു പാർട്ടിലോട്ടൊക്കെ ശ്രദ്ധ പോകുന്നുണ്ട്, കാര്യം അവിടെ ലൈറ്റ് കൂടുതലാണ്, നമ്മൾ ഈ ഒരു സബ്ജക്റ്റിനെക്കാട്ടി കൂടുതൽ, അപ്പോൾ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ സ്പെസിഫിക് പാർട്സ് ടാർഗറ്റ് ചെയ്ത് ഗ്രേഡ് ചെയ്തിട്ടാണ് നമ്മൾ സെക്കൻഡറി കളർ ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. നമ്മളൊരു വീഡിയോ കളർ ഗ്രേഡ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ആ ഒരു വീഡിയോ നമ്മൾ കളർ കറക്റ്റ് ചെയ്തിരിക്കണം. അപ്പം കളർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് 2 സ്റ്റെപ്സാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഒരു വീഡിയോയുടെ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, ഷാഡോസ് ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്യണം. രണ്ടാമത് ആ ഒരു വീഡിയോയുടെ ഹ്യൂ, സാച്ചുറേഷനൊക്കെ കറക്റ്റ് ചെയ്യണം. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡാവിഞ്ചിയിലെ സ്കോപ്പൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെ പ്രോപ്പറായിട്ട് ഒരു വീഡിയോയിലെ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെ ഡാവിഞ്ചിയിൽ ഞാനൊരു വീഡിയോ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഈ ഒരു വീഡിയോയിൽ ഒരു കോൺട്രാസ്റ്റ് കുറവുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആദ്യം ഞാനാണെങ്കിൽ ഈ ഒരു നോഡിന് ഞാൻ റൈറ്റ് ക്ലിക്ക് ആക്കിയിട്ട് ഒരു ലേബൽ കൊടുക്കുകയാണ്, ലെവൽസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നമ്മൾ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിന് പൊതുവേ കൊടുക്കുന്ന പേരതാണ്. അതിനുശേഷം ഈ ഒരു സ്കോപ്സിൽ ഈ ഒരു പരേഡ് മാറ്റിയിട്ട് വേവ് ഫോം ചൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ഒരു വേവ് ഫോമിൻ്റെ സെറ്റിംഗ് എടുത്തിട്ട് ഈ ഒരു കളറൈസ് ഓപ്ഷൻ ഞാൻ ഡിസേബിൾ ചെയ്യുന്നു. ഇപ്പോൾ നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു വേവ് ഫോം ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. അപ്പം ഈ ഒരു വേവ് ഫോം നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇമേജിൽ കോൺട്രാസ്റ്റ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ആദ്യം തന്നെ ഞാൻ ഈ ഒരു കളർ വീൽ എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വേവ് ഫോം നോക്കുകയാണെങ്കിൽ ഈ ഒരു 0 വരുന്ന ഈ ഒരു ഭാഗമാണ് ഈ ഒരു ഇമേജിൻ്റെ ഡാർക്ക് പോയിൻ്റ് എന്ന് പറയുന്നത്. ശരിക്കും ആ ഒരു ഭാഗത്ത് വേവ് ഫോം ഒന്നും ടച്ച് ആയിട്ടില്ല, അതുകൊണ്ടാണ് ഈ ഒരു ഇമേജിൽ ഇത്രയും കോൺട്രാസ്റ്റ് കുറവ്. ഇപ്പം ഞാൻ എന്താ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു ലിഫ്റ്റ്, അതായത് ഷാഡോസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈ ഒരു ലിഫ്റ്റ് ഞാൻ കുറച്ച് ലെഫ്റ്റിലോട്ട് നീക്കുന്നുണ്ട്. ഇപ്പോൾ ലെഫ്റ്റിലോട്ട് നീക്കിയിട്ട് എപ്പോഴാണോ ആ ഒരു വേവ് ഫോം ഒക്കെ ആ ഒരു 0 വരുന്ന ആ ഒരു ഡാർക്ക് പോയിൻ്റ് ടച്ച് ആവുന്നത് അപ്പം നിർത്തുക. ഇപ്പോൾ ഏകദേശം ടച്ച് ആയിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഈ ഒരു ഇമേജിൽ ഒരു കോൺട്രാസ്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിച്ചു തരാം. ഇതായിരുന്നു ബിഫോർ, ഇതായിരുന്നു ആഫ്റ്റർ, കണ്ടോ? അതുപോലെ തന്നെ ഈ ഒരു ഇമേജിൻ്റെ വൈറ്റ് പോയിൻറ്റ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗെയിനിൽ ഈ ഒരു ബാർ ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് നീക്കിയാൽ മതി. പക്ഷേ ഇവിടെ നമുക്ക് ഈ ഒരു വേവ് ഫോം ഓൾറെഡി ഈ ഒരു ബ്രൈറ്റ് പാർട്ടിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് കൂട്ടിയാൽ മതി, കുറച്ചുകൂടെ ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പം ഇതിലും എബവ് ആയിട്ട് കൂട്ടുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇമേജിലെ ഡീറ്റെയിൽസ് ഒക്കെ നഷ്ടമാവും. അപ്പം ഞാനിപ്പോൾ ഈ ഒരു ബ്ലാക്ക് പോയിൻറ്റും അതുപോലെ കുറച്ചുകൂടെ കൂട്ടുവാണെന്ന് വെച്ചോ, അപ്പോൾ നമുക്ക് ഡാർക്കായിട്ടുള്ള ഭാഗത്ത് ഡീറ്റെയിൽസ് നഷ്ടമാവും. അപ്പോൾ ജസ്റ്റ് ആ ഒരു ലൈനിൽ ടച്ച് ചെയ്യുന്നവരെ മാത്രം ഞാനിത് രണ്ടും ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്കിവിടെ ഗാമയും ചേഞ്ച് ചെയ്യാൻ പറ്റും, കണ്ടോ? ഗാമ ഇങ്ങനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്നതനുസരിച്ച് ഈ ഒരു മിഡിൽ പോർഷൻ കുറച്ച് താഴോട്ട് വരും ഈ വേവ് ഫോമിൽ. അപ്പം ഇപ്പം ഞാൻ ഇതിൻ്റെ ടോട്ടൽ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിച്ചു തരാം. ഇതായിരുന്നു ബിഫോർ, ഇതാണ് ആഫ്റ്റർ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഇമേജിൽ ഡാർക്കും വൈറ്റും ആയിട്ടുള്ള പാർട്സ് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല, കോൺട്രാസ്റ്റ് കറക്റ്റ് ആണെന്നൊന്നും അറിയത്തില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാക്ക് എന്ന് പറയുന്നത് ഈ ഒരു സാച്ചുറേഷൻ ഫുൾ അങ്ങ് കുറയ്ക്കാം. അപ്പം കളേഴ്സ് പോയി കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കറക്റ്റായിട്ട് മനസ്സിലാവും ഈ ഒരു ഇമേജിൽ കോൺട്രാസ്റ്റ് കറക്റ്റാണോ, കുറവാണോ, കൂടുതലാണോ എന്നൊക്കെ, അല്ലേ? അപ്പം ഇവിടെ ഈ ഒരു വൈറ്റ് പോയിൻറ്റ്സ് കുറച്ച് കുറവാണ് ഇപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ ഈ ലോഗോ എടുത്തിട്ട് ചെയ്തുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത്, ഈ ഒരു ഷാഡോസ് കവർ ചെയ്യുന്ന റേഞ്ച് എന്ന് പറയുന്നത് കുറവായിരിക്കും. ഈ ഒരു ഫസ്റ്റ് പ്രൈമറി വ്യൂവിൽ ഈ ഒരു ലിഫ്റ്റിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലോഗിൽ നമ്മൾ ഷാഡോസ് കുറയ്ക്കുകയാണെങ്കിൽ അത്രയും ഒരു ലാർജർ ഏരിയ കവർ ചെയ്യാതെ കുറച്ച് ഏരിയ, ഇപ്പോൾ ഞാനാണെങ്കിൽ കാണിച്ചു തരാം, കണ്ടോ? ഇപ്പോൾ ഷാഡോസ് ആകുമ്പോൾ അത്രയും ഭാഗം, കുറച്ച് ഭാഗം മാത്രമേ ഇവിടെ കൺട്രോൾ ആവുന്നുള്ളൂ. പക്ഷേ അതുപോലെയല്ല നമ്മൾ മറ്റേതാണെങ്കിൽ അതിൽ കുറച്ചുകൂടെ ഭാഗം നമുക്കിവിടെ കൺട്രോൾ ആകും. ഇപ്പോൾ ഞാനിവിടെ ഹൈലൈറ്റ്സ് കുറച്ച് മുകളിലോട്ട് കയറുന്നുണ്ട്, ആ ഒരു പോയിൻ്റ് ടച്ച് ആവുന്ന പോലെ ഉണ്ടോ? ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് പ്രൈമറി വ്യൂവിലിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത്രയും പ്രിസൈസായിട്ട് അവിടെ അത് കൺട്രോൾ ആവത്തില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഞാനാണെങ്കിൽ ഈ ഒരു സാച്ചുറേഷൻ പഴയതുപോലെ അത് 50 ആക്കുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഗാമ കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മാനുവലായിട്ടാണ് ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റും. അതിന് ഞാൻ ആദ്യം ഈ ഒരു ഗ്രേഡ് റീസെറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഒരു ലിഫ്റ്റിൻ്റെ, അതായത് ഷാഡോയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ ഒരു പാർട്ടിൽ ഒരു പോയിന്റ് കാണും, അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഏതാണോ ഈ ഒരു ഇമേജിൽ ഡാർക്ക് പോയിൻ്റായിട്ട് നമുക്ക് തോന്നുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എനിക്ക് ഈ ഒരു പ്രിൻ്ററിൻ്റെ ഈ ഒരു ഭാഗം ഡാർക്കായിട്ട് തോന്നുന്നുണ്ട്, ഞാൻ അത് സെലക്ട് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ഈ ഒരു ഇമേജിൽ വൈറ്റ് പോയിൻ്റ് അതുപോലെ ചൂസ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഈ ഒരു ഗെയിൻ്റെ ഈ ഒരു പോയിന്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഈ ഒരു ഇമേജിൽ വൈറ്റ് ആയിട്ടുള്ള പാർട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. എനിക്ക് തോന്നുന്നു ഈ ഒരു പാർട്ടാവും ഈ ഒരു ഇമേജിൽ വൈറ്റ് ആയിട്ടുള്ളതെന്ന്. ഓക്കെ, അപ്പോൾ കണ്ടോ, ഇപ്പോൾ നമുക്ക് മുമ്പത്തെ കൂട്ട് ഏകദേശം ഒരു ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബിഫോർ, ഇതാണ് ആഫ്റ്റർ എന്ന് പറയുന്നത്.
ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഇതിനകത്ത് കോൺട്രാസ്റ്റ് കുറച്ചുകൂടെ കൂട്ടി കൊടുക്കാം. അപ്പോൾ ഇതിന് നല്ല രീതിയിൽ ഒരു ഡെപ്ത് ഫീൽ ചെയ്യും. കണ്ടോ, ഇപ്പോൾ ഇതിന് കുറച്ചുകൂടെ ഒരു ഡെപ്ത് തോന്നുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ഈ വരുന്ന മാറ്റങ്ങൾ ഈ ഒരു ഓർഡറിൽ തന്നെ ചെയ്യണമെന്നില്ല. നമുക്ക് ഏത് ഓർഡറിൽ വേണം ചെയ്യാം. ഇപ്പോൾ ഞാനിത് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കിപ്പോൾ ഇതിനകത്ത് കോൺട്രാസ്റ്റ് കുറവായിട്ട് കൂടുതലായിട്ട് തോന്നുവാണ്, അല്ലെങ്കിൽ നമ്മുടെ മിഡ് പോയിൻറ്റ്സിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തണം, അങ്ങനെയൊക്കെ തോന്നുവാണെങ്കിൽ നമുക്ക് പിന്നീട് വന്നത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഈ കളർ വീൽസ് യൂസ് ചെയ്യാതെ നമുക്ക് വേണമെങ്കിൽ കേഴ്സ് യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഞാനത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാനിവിടെ ഇതിപ്പോൾ റീസെറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഇവിടെ കേഴ്സ് എടുക്കുന്നു. ഇപ്പോൾ കേഴ്സ് എടുത്തിട്ട് ഇപ്പം ഇത് നോക്കുവാണെങ്കിൽ ഇവിടെ ഈ വൈ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലൂമിനൻസ് ചാനലാണ്. അതുപോലെ റെഡ്, ഗ്രീനും ബ്ലൂ ഇതെന്ന് പറയുന്നത് കളേഴ്സാണ്. ഇപ്പോൾ ഞാൻ ഈ റെഡ്, ഗ്രീനും ബ്ലൂ അങ്ങ് ഓഫ് ചെയ്തിട്ട് ഈ ലൂമിനൻസ് ചാനൽ മാത്രം സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ടിപ്പം ഞാനിവിടെ എന്ത് ചേഞ്ച് ചെയ്താലും അത് ലൂമിനൻസ് ചാനൽ മാത്രമേ അഫക്റ്റ് ചെയ്യത്തുള്ളൂ. കണ്ടോ, ഇപ്പോൾ എനിക്ക് ഈ ഒരു പാർട്ട് ആദ്യം കോൺട്രാസ്റ്റ് കൊടുക്കണം. അതായത് ഡാർക്ക് പാർട്ട് ആദ്യം കുറച്ച് കോൺട്രാസ്റ്റ് ആഡ് ചെയ്യണം. എന്നിട്ട് ലൈറ്റ് പാർട്ടിൽ കുറച്ച് ഞാൻ ഒരു എസ്കർ പോലെ ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഇത് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ലെഫ്റ്റിലോട്ട് നീക്കുക. അപ്പോൾ ആ ഒരു ഡാർക്ക് പോയിൻ്റ് ഈ ഒരു ഇവിടെ ടച്ച് ആവുന്ന കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് പോയിൻ്റ് നമുക്ക് ഇങ്ങനെ ലെഫ്റ്റിലോട്ട് നീക്കുന്നതനുസരിച്ച് ഇവിടെ അതും ടച്ച് ആവുന്ന കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇവിടെ കോൺട്രാസ്റ്റ് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം കോൺട്രാസ്റ്റ് ഇവിടെ കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി കോൺട്രാസ്റ്റ് കുറയ്ക്കുന്നുണ്ട്. അങ്ങനെ കേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഇമേജിലെ ലൈറ്റ് ഷാഡോസ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഞാനിനി ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേറെ കാര്യം ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഇവിടെ ഈ ഒരു ക്വാളിഫയർ സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇമേജിൻ്റെ സ്പെസിഫിക് പാർട്ട് സെലക്ട് ചെയ്തിട്ട് അത്രയും ഭാഗത്തുള്ള ലൈറ്റ് ഷാഡോസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാനിപ്പം ഈ ഒരു ഇത് സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ ഒരു പോയിൻ്റ് വന്ന് കാണാൻ പറ്റും. കണ്ടോ, അപ്പോൾ ഈ ഒരു പോയിൻ്റ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു പാർട്ടിലുള്ള ഹൈലൈറ്റ്സ് ഷാഡോസ് ഒക്കെ ആയിരിക്കും ഗ്രാജുവലായിട്ട് ചേഞ്ച് ആവുന്നത്. കേട്ടോ, ഇനിയിപ്പോൾ എനിക്ക് ഈ ഒരു ഇമേജിൽ ബ്രൈറ്റ് പാർട്ടാണ് ഇതായിട്ട് തോന്നുമെങ്കിൽ എനിക്കത് സെറ്റ് ചെയ്തിട്ട് അത് കുറച്ച് മുകളിലോട്ട് ഇങ്ങനെ നീക്കി കൊടുക്കാം. കണ്ടോ, അപ്പോൾ അവിടെ കുറച്ച് ഹൈലൈറ്റ് ആഡായിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ഈ ഒരു സ്കിൻ ടോൺസിൻ്റെ ആ ഒരു ഭാഗം അത് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് മിഡിൽ ഭാഗത്തായിട്ട്, അപ്പോൾ അവിടുത്തെ ബ്രൈറ്റ്നസ് കൂടണമെങ്കിൽ അതും ഇങ്ങനെ എനിക്ക് സെലക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്താലും ഈ ഒരു സ്കോപ്പ് നോക്കിയിട്ട് ചെയ്യുക. ഇതിനകത്ത് ഈ ഒരു ഡാർക്ക് പോയിൻറ്റ്, ഈ ഒരു മുകളിലുള്ള ആ ഒരു ബ്രൈറ്റ് പോയിൻറ്റ്, പിന്നെ ഈ ഒരു മിഡിൽ പാർട്ടൊക്കെ കറക്റ്റായിട്ടാണോ ആവുന്നത് എന്നുള്ളത് കാര്യം കറക്റ്റായിട്ട് നോക്കി ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പോയിൻറ്റ്സ് ആഡ് ചെയ്തത് കളയണമെങ്കിൽ ജസ്റ്റ് മൗസിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, അതങ്ങ് പൊക്കോളും. ഇപ്പോൾ ഞാൻ ആദ്യം തൽക്കാലം നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ചൂസ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഞാനാണെങ്കിൽ ഈ ഒരു ഡാർക്ക് പോയിൻറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഗെയിൻ വെച്ചിട്ട് ഈ ഒരു ലൈറ്റായിട്ടുള്ള പോയിൻറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഏകദേശം ഈ ഒരു രീതിയിൽ ഇത് ഗ്രേഡ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെ കേഴ്സ് എടുത്തിട്ട് ഞാൻ ചെറിയൊരു എസ് കർവ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു കോൺട്രാസ്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രൈറ്റ്നസ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഈ ഒരു ലുക്കിലോട്ടാണ് ഈ ഒരു ഇമേജ് എത്തിയിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എങ്ങനെ ഈ ഒരു ഇമേജിൻ്റെ ഹ്യൂവും സാച്ചുറേഷനൊക്കെ ഈ ഒരു സ്കോപ്സ് യൂസ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാൻ നോക്കാം.